കല്ലുമ്മക്കായെല്ലാം നമുക്ക് പൊളിച്ച് വയ്ക്കാം. കല്ലുമ്മക്കായ് എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകുന്നത് നോക്കാം. നന്നായിട്ടൊന്ന് കഴുകാം. ഞാനിവിടെ ചോറ്റരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പൊതിരാൻ വേണ്ടി വെക്കാം. നന്നായി പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലുള്ള വെള്ളം കളയാം. അരി നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ്റരിയും ജീരകവും ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സാക്കാം. അപ്പച്ചെമ്പിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാവുന്നവരെ നമുക്ക് മാവ് കല്ലുമ്മക്കായിൽ ചേർക്കാം. ഇനി നമുക്ക് മാവ് കല്ലുമ്മക്കായുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അപ്പച്ചെമ്പിലേക്ക് ഇടാം. കല്ലുമ്മക്കായ് മുഴുവൻ അപ്പച്ചെമ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കല്ലുമ്മക്കായ് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇത് മസാലയിലേക്ക് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. രുചികരമായ കല്ലുമ്മക്കായ് റെഡി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.